ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ പൊട്ടിപ്പഴകിയ ഇനി ഒന്നിനും കൊള്ളാത്ത പഴയൊരു കയറുണ്ടെന്ന് കരുതുക. പക്ഷെ നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? കാരണം എപ്പോഴോ ആ കയറ് നിങ്ങളെ താങ്ങി നിർത്തിയിരുന്നു. എപ്പോഴോ അത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായി വന്നിരുന്നു. ഇനിയും അത് ഉപകാരപ്പെട്ടേക്കാം എന്നൊരു ശബ്ദം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ പൊട്ടിയ കയറും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിങ്ങളിരിക്കുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്നത് ഇതുതന്നെയാണ്. അവസാനിച്ചുപോയ പഴയ ബന്ധങ്ങളെ നമ്മൾ മനസ്സിൽ ജീവിക്കാൻ അനുവദിക്കുന്നു. കഴിഞ്ഞുപോയ പരാജയങ്ങളെ നമ്മൾ എപ്പോഴും ഓർക്കുന്നു. നമ്മെ തളർത്തിയ പഴയ ആളുകളുടെ വാക്കുകളെ നമ്മൾ നമ്മുടെ വ്യക്തിത്വമാക്കി മാറ്റുന്നു. പഴയ വേദനകൾ, പഴയ ദേഷ്യം, പഴയ നാണക്കേട്, പഴയ ഭയം, ഇതെല്ലാം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഒന്നു നിൽക്കാതെ, ചിന്തിക്കാതെ. എന്നിട്ട് ജീവിതം എന്തുകൊണ്ട് മുന്നോട്ടു പോകുന്നില്ല എന്ന് അത്ഭുതപ്പെടുന്നു. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേൾക്കാൻ വളരെ എളുപ്പമെന്ന് തോന്നുന്ന, എന്നാൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കലയെക്കുറിച്ചാണ്. അത് ദൗർബല്യമാണെന്ന് തോന്നും, എന്നാൽ സത്യത്തിൽ അതാണ് ഏറ്റവും വലിയ ശക്തി. അതാണ് ഉപേക്ഷിക്കാനുള്ള കല, അഥവാ ലെറ്റിംഗ് ഗോ. ഇതൊരു സാധാരണ സെൽഫ് ഹെൽപ്പ് പുസ്തകമല്ല. നിങ്ങളുടേതല്ലാത്ത എത്രത്തോളം ഭാരമാണ് നിങ്ങൾ ചുമക്കുന്നതെന്ന് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണിത്. നിങ്ങളുടെ ഏറ്റവും വലിയ തടവറ പുറത്തല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണെന്ന് ഇത് കാണിച്ചു തരും. ആ തടവറയുടെ വാതിൽ തുറക്കാനുള്ള താക്കോലും ഈ പുസ്തകം നിങ്ങൾക്ക് നൽകും. പുതിയൊരു ജീവിതത്തിന്, ഭാരമില്ലാത്ത ഒരു മനസ്സിന്, സ്വതന്ത്രമായ ഒരു ആത്മാവിന് നിങ്ങൾ ശരിക്കും തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഇതൊരു വീഡിയോ മാത്രമല്ല, വിട്ടയക്കലിന്റെയും സ്വയം കണ്ടെത്തുന്നതിന്റെയും പുതിയൊരു തുടക്കത്തിന്റെയും ഒരു യാത്രയാണിത്. അധ്യായം 1: കാണാനാവാത്ത, എന്നാൽ നമ്മെ തകർക്കുന്ന ഭാരം. നിങ്ങൾക്കിത് എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുന്നു, നല്ല ഉറക്കം ലഭിച്ചു, ഭക്ഷണവും കഴിച്ചു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ക്ഷീണം. കാണാൻ കഴിയില്ലെങ്കിലും ഓരോ നിമിഷവും ഓരോ ചുവടിലും അനുഭവപ്പെടുന്ന ഒരു വലിയ ഭാരം പോലെ. ഈ ക്ഷീണം പേശികളുടേതല്ല, ഇത് മനസ്സിന്റെ ക്ഷീണമാണ്. നമ്മളാൽ ഉപേക്ഷിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ നിന്നാണ് ഈ മാനസിക ക്ഷീണം ഉണ്ടാകുന്നത്. രോഹൻ എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മിടുക്കനും അധ്വാനിയുമായിരുന്ന അവൻ എല്ലാ കാര്യങ്ങളിലും മുന്നിലായിരുന്നു. എന്നാൽ കുറച്ചുകാലം മുൻപ് അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവനെ വഞ്ചിച്ചു. വലിയൊരു ചതി. സുഹൃത്ത് രോഹന്റെ ബിസിനസ് ആശയം മോഷ്ടിക്കുകയും ക്ലയൻസുമായി സംസാരിച്ച് രോഹനെ അറിയിക്കാതെ എല്ലാം സ്വന്തം പേരിലാക്കുകയും ചെയ്തു. ആ ഒരൊറ്റ സംഭവം രോഹന്റെ ഉള്ളിൽ വലിയൊരു മതിൽ തീർത്തു. പിന്നീട് രോഹൻ ആരെയും വിശ്വസിച്ചില്ല. പുതിയ ബന്ധങ്ങളിൽ നിന്ന് അവൻ ഓടിയകന്നു. ഒരു ടീമായി ജോലി ചെയ്യാൻ അവൻ മടിച്ചു. പരിചയപ്പെടുന്ന ഓരോ പുതിയ വ്യക്തിയിലും അവൻ ആ പഴയ സുഹൃത്തിനെ തിരഞ്ഞു. താൻ കൂടുതൽ ശ്രദ്ധാലുവായെന്നാണ് അവൻ കരുതിയത്. എന്നാൽ സത്യത്തിൽ അവൻ ആ പഴയ വേദനയുടെ തടവുകാരനാവുകയായിരുന്നു. നമ്മളും ചെയ്യുന്നത് ഇതുതന്നെയാണ്. ഒരിക്കൽ പരാജയപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ശ്രമിക്കില്ലെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ആരെങ്കിലും ഒരിക്കൽ പരസ്യമായി അപമാനിച്ചാൽ നമ്മൾ നമ്മുടെ ശബ്ദം എന്നേക്കുമായി ഇല്ലാതാക്കുന്നു. ഒരു ബന്ധം തകർന്നാൽ നമ്മൾ സ്നേഹത്തെ തന്നെ ശത്രുവായി കാണുന്നു. ഇതെല്ലാം നമ്മൾ തന്നെ ചുമക്കുന്ന അദൃശ്യമായ ഭാരങ്ങളാണ്. എന്നിട്ട് നമ്മൾ തന്നെ പറയുന്നു, ഞാൻ വല്ലാതെ തളർന്നുപോയി എന്ന്. നിങ്ങളൊരു ദീർഘദൂര യാത്രയ്ക്ക് ഇറങ്ങിയെന്ന് കരുതുക. നിങ്ങളുടെ ബാഗ് നിറയെ നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ ഒരു ഉപയോഗവുമില്ലാത്ത പൊട്ടിയ പഴയ സാധനങ്ങളാണെങ്കിലോ? ഒരു കാലത്ത് അതൊക്കെ നിങ്ങളുടേതായിരുന്നു എന്ന ഒരൊറ്റ കാരണത്താലാണ് നിങ്ങളതൊക്കെ ചുമക്കുന്നത്. ആ യാത്ര എളുപ്പമാകുമോ? കൈകൾ നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയതെന്തെങ്കിലും എടുക്കാൻ കഴിയുമോ? ഇല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും ഇതുതന്നെയാണ്. പഴയത് ഉപേക്ഷിക്കാതെ പുതിയതിന് എങ്ങനെ ഇടം ലഭിക്കും? നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, മറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ വളർത്തുന്ന ഭാരങ്ങളാണെന്ന് ഈ പുസ്തകം ആദ്യം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഭാരത്തെ നമ്മൾ തിരിച്ചറിയുന്നതുവരെ നമുക്കത് ഉപേക്ഷിക്കാനും കഴിയില്ല. അതിനാൽ ആദ്യപടി കാണുക, അനുഭവിക്കുക എന്നതാണ്. അതെ, എന്നെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത എന്തോ ഒന്ന് ഞാൻ ചുമക്കുന്നുണ്ടെന്ന് അംഗീകരിക്കുക. ഈ തിരിച്ചറിവാണ് ലെറ്റിംഗ് ഗോയുടെ ആദ്യപടി. അധ്യായം 2: ഉപേക്ഷിക്കുന്നത് ദൗർബല്യമല്ല, ഏറ്റവും വലിയ ശക്തിയാണ്. കുട്ടിക്കാലം മുതൽ നമ്മെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്: തോൽവി സമ്മതിക്കരുത്, പോരാടുക, മുറുകെ പിടിക്കുക, വിട്ടുകൊടുക്കരുത്. ഇത് ശരിയാണ്. എന്നാൽ ഇത് അപൂർണവുമാണ്. കാരണം ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയമെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. ഉപേക്ഷിക്കുന്നത് ഒരു തോൽവിയായി, ബലഹീനതയായി നമ്മൾ കരുതുന്നു. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇലപൊഴിയും കാലത്ത് ഒരു മരം അതിന്റെ ഇലകൾ പൊഴിക്കുമ്പോൾ അത് തോൽക്കുകയാണോ? അല്ല. പുതിയ വസന്തത്തിനായി അത് തയ്യാറെടുക്കുകയാണ്. ഇലകൾ പൊഴിയുന്നത് മരത്തിന്റെ ദൗർബല്യമല്ല, അതിന്റെ വിവേകമാണ്. പുതിയവ വരാൻ പഴയതിനെ പോകാൻ അനുവദിക്കണമെന്ന വിവേകം. പ്രിയ എന്നൊരു സ്ത്രീയുണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ അവൾക്ക് ഒരു വലിയ കമ്പനിയിൽ
നല്ല ജോലിയും ശമ്പളവും ഉണ്ടായിരുന്നു. എന്നാൽ എന്നും രാവിലെ ഓഫീസിൽ പോകുന്നത് അവൾക്കൊരു ശിക്ഷയായിരുന്നു. ആ ജോലി അവൾക്കൊട്ടും ഇഷ്ടമായിരുന്നില്ല. അവളുടെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. അവൾക്കൊരു ആർട്ടിസ്റ്റാകണമായിരുന്നു, ഒരു ചിത്രകാരിയാകണം എന്നതായിരുന്നു സ്വപ്നം. എന്നാൽ ആ ജോലിയിൽ അവൾ കുറേ കാലം ചിലവഴിച്ചു. എന്തുകൊണ്ട്? അവൾക്ക് ഭയമായിരുന്നു. മറ്റൊരു ജോലി കിട്ടിയില്ലെങ്കിലോ? പെയിന്റിംഗിൽ നിന്ന് പണം വന്നില്ലെങ്കിലോ? ആളുകൾ എന്തു കരുതും? മാതാപിതാക്കൾ എന്തു ചിന്തിക്കും? താൻ ഒട്ടും സന്തോഷവതിയല്ലാത്ത, വളർച്ചയില്ലാത്ത, എപ്പോഴും ഉള്ളിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ ആ ഭയം അവളെ നിർബന്ധിതയാക്കി. ആ ജോലി ഉപേക്ഷിച്ചപ്പോൾ അവൾ ഒരുപാട് കരഞ്ഞു. ജീവിതം അവസാനിച്ചതുപോലെ അവൾക്ക് തോന്നി. എന്നാൽ സത്യത്തിൽ അവളുടെ യഥാർത്ഥ ജീവിതം തുടങ്ങിയത് അപ്പോഴാണ്. കുറച്ചു കാലത്തിനു ശേഷം അവൾ തന്റെ ആദ്യത്തെ ആർട്ട് എക്സിബിഷൻ നടത്തി. പിന്നീട് അവളുടെ പെയിന്റിംഗുകൾ വിറ്റു തുടങ്ങി. ഒടുവിൽ അവൾ എക്കാലവും സ്വപ്നം കണ്ടിരുന്ന ആ ജീവിതം ജീവിക്കുകയായിരുന്നു. ലെറ്റിംഗ് ഗോ എന്നാൽ തോൽവിയല്ല. ലെറ്റിംഗ് ഗോ എന്നാൽ സുരക്ഷിതമെന്ന് തോന്നുന്ന, എന്നാൽ എനിക്ക് ജീവൻ നൽകാത്ത ഒരു കാര്യത്തെ ഉപേക്ഷിക്കാൻ എനിക്കാകും എന്ന ധൈര്യമാണ്. പഴയത് ഉപേക്ഷിക്കുമ്പോൾ പുതിയതും മികച്ചതുമായ എന്തെങ്കിലും തീർച്ചയായും വരുമെന്ന വിശ്വാസമാണ് ലെറ്റിംഗ് ഗോ. ഈ വിശ്വാസത്തിന് ധൈര്യം ആവശ്യമാണ്. ഈ ധൈര്യമാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. ഉപേക്ഷിക്കാനറിയാവുന്നവർ സ്വതന്ത്രരാണ്. അതിനറിയാത്തവർ ജീവിതകാലം മുഴുവൻ ഒരേ സ്ഥലത്ത്, ഒരേ വേദനയിൽ, ഒരേ തടവറയിൽ കഴിയുന്നു. അധ്യായം 3. ക്ഷമിക്കുന്നത് നിങ്ങൾക്കു വേണ്ടിയാണ്, മറ്റുള്ളവർക്കു വേണ്ടിയല്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആരെക്കുറിച്ചെങ്കിലും ഓർക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടമോ ദേഷ്യമോ വരാറുണ്ടോ? ഉണങ്ങാത്ത മുറിവ് നിങ്ങൾക്ക് തന്ന ഒരാൾ, നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്ത ഒരാൾ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നതുവരെ എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും ഓരോ നിമിഷവും നിങ്ങൾ അവരെ നിങ്ങളോടൊപ്പം ചുമക്കുകയാണ്. ആ വ്യക്തി ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ സന്തോഷവാനായിരിക്കാം. താൻ എന്താണ് ചെയ്തതെന്ന് അവർ ഓർക്കുന്നുപോലുമുണ്ടാകില്ല. എന്നാൽ നിങ്ങൾ എപ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കുന്നു, ദേഷ്യപ്പെടുന്നു, അവർ കാരണം വേദനിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ശിക്ഷ അനുഭവിക്കുന്നത്? ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അമിത് എന്നൊരാൾ ദീർഘകാലമായി തന്റെ ജ്യേഷ്ഠനോട് ദേഷ്യത്തിലായിരുന്നു. പഴയൊരു വസ്തു തർക്കത്തിന്റെ പേരിൽ അവൻ എപ്പോഴും ആ ദേഷ്യവുമായി ജീവിച്ചു. കുടുംബത്തിലെ എല്ലാ ചടങ്ങുകളിലും അവൻ ആ സഹോദരനെ ഒഴിവാക്കി. ഉറങ്ങുന്നതിനു മുൻപ് അവൻ എപ്പോഴും ആ പഴയ കാര്യം ഓർത്തു. അവന്റെ സഹോദരനാകട്ടെ തന്റെ ജീവിതവുമായി മുന്നോട്ടു പോയിരുന്നു. ഒരിക്കലൊരു പ്രായമായ മനുഷ്യൻ അമിതിനോട് ചോദിച്ചു, മകനെ, നീ എന്തിനാണ് ഇത്രയും കാലമായി ഈ ദേഷ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? അമിത് പറഞ്ഞു, അയാൾ തെറ്റു ചെയ്തു, അയാൾക്ക് ശിക്ഷ ലഭിക്കണം. ആ മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യം അമിത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. അദ്ദേഹം പറഞ്ഞു, മകനെ, ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നീ സ്വയം വിഷം കുടിച്ചിട്ട് മറ്റേയാൾ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതുപോലെയാണ്. ഇത് കേട്ട് അമിത് കുറച്ചുനേരം നിശബ്ദനായി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം കാലങ്ങളായി താൻ തന്നെത്തന്നെ വേദനിപ്പിക്കുകയായിരുന്നുവെന്ന് ആദ്യമായി അവൻ തിരിച്ചറിഞ്ഞു. അവൻ സ്വന്തമായി വിഷം കഴിക്കുകയായിരുന്നു. എന്നാൽ സഹോദരൻ ഇതൊന്നും അറിയുന്നുപോലുമുണ്ടായിരുന്നില്ല. ക്ഷമിക്കുക എന്നതിനർത്ഥം സംഭവിച്ചത് ശരിയായിരുന്നു എന്നല്ല, ആ വ്യക്തിയെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുമല്ല. ക്ഷമിക്കുക എന്നതിനർത്ഥം ആ വേദന നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തുകളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നു മാത്രമാണ്. ആ ഭാരം ഇറക്കി വയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ആ നിമിഷത്തിൽ തളച്ചിട്ടിരിക്കുന്ന ചങ്ങല പൊട്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ക്ഷമ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ വല്ലാത്തൊരാശ്വാസം ലഭിക്കും. കാലങ്ങളായി അടഞ്ഞുകിടന്ന ഒരു ജനാല തുറന്ന് ശുദ്ധവായു അകത്തേക്ക് വരുന്നതുപോലെ. ഈ ആശ്വാസം, ഈ സ്വാതന്ത്ര്യം, ഇതാണ് യഥാർത്ഥ ലെറ്റിംഗ് ഗോ. നിങ്ങളോടും ക്ഷമിക്കുക. അതെ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് മുൻപ് പലർക്കും സ്വന്തത്തോട് ക്ഷമിക്കാൻ കഴിയാറില്ല. ഞാൻ ഈ തെറ്റ് ചെയ്തു, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ വിഡ്ഢിയായിരുന്നു, ഞാൻ ദുർബലനായിരുന്നു എന്നൊക്കെ നമ്മളോട് തന്നെ പറയാറുണ്ട്. സ്വയം കുറ്റപ്പെടുത്തുന്നതും വലിയൊരു ഭാരമാണ്. നിങ്ങൾ മനുഷ്യനാണ്. മനുഷ്യർ തെറ്റുകൾ ചെയ്യും. തെറ്റ് ചെയ്യുന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ ആ തെറ്റ് വീണ്ടും വീണ്ടും ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് വിവേകമല്ല. അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകുക, അതാണ് യഥാർത്ഥ ക്ഷമ. അധ്യായം 4. വേദനയെ നിങ്ങളുടെ വ്യക്തിത്വമാക്കാതിരിക്കുക. ഈ പുസ്തകത്തിലെ ഏറ്റവും ആഴത്തിലുള്ളതും പ്രധാനപ്പെട്ടതുമായ പാഠമാണിത്. ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മളൊരു വേദനയുമായി വളരെക്കാലം ജീവിക്കുമ്പോൾ ആ വേദന നമ്മുടെ വ്യക്തിത്വമായി മാറുന്നു. നമ്മൾ പറയാൻ തുടങ്ങും, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനാണ്, എപ്പോഴും പരാജയപ്പെടുന്നവനാണ് ഞാൻ, എനിക്കെപ്പോഴും മോശം കാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ, ആരും എന്നെ വിശ്വസിക്കുന്നില്ല, എനിക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. വേദന നമ്മുടെ വ്യക്തിത്വമായി മാറുമ്പോൾ നമ്മളത് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഈ വേദന പോയാൽ പിന്നെ ഞാൻ ആരാണ്? ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം.
എന്നാൽ ഇതാണ് സത്യം, നമ്മുടെ വേദനയുമായി നമ്മൾ വളരെ പൊരുത്തപ്പെടുന്നു. അത് നമ്മുടെ ഐഡന്റിറ്റിയായി, നമ്മുടെ കഥയായി മാറുന്നു. നമ്മൾ ആ കഥ നമ്മളോടും മറ്റുള്ളവരോടും എത്ര തവണ ആവർത്തിക്കുന്നുവെന്നാൽ അത് നമ്മുടെ സത്യമായി മാറുന്നു. സൊനാലി എന്നൊരു പെൺകുട്ടിയുണ്ടായിരുന്നു, വളരെ കഴിവുള്ളവൾ. എന്നാൽ ഒരിക്കൽ അവൾ ഒരു പാട്ടുമത്സരത്തിൽ പങ്കെടുക്കുകയും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. ആളുകൾ അവളെ കളിയാക്കി. അവളുടെ ശബ്ദം നല്ലതല്ലെന്ന് ആരോ പറഞ്ഞു. ആ ഒരൊറ്റ നിമിഷം അവളുടെ ഉള്ളിൽ ഒരു കഥയുണ്ടാക്കി. ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ്, ഞാൻ പാടാൻ പാടില്ല, എനിക്ക് പൊതുവേദിയിൽ പാടാൻ കഴിയില്ല. ആ കഥ അവൾ എത്ര തവണ ആവർത്തിച്ചുവെന്നാൽ അത് അവളുടെ സത്യമായി മാറി. ദീർഘകാലം അവൾ പാടുന്നത് നിർത്തി, അപരിചിതനായ ഒരാളുടെ ഒരു കമന്റ് കാരണം. എന്നാൽ അതായിരുന്നോ സത്യം? ആ കമന്റായിരുന്നോ യാഥാർത്ഥ്യം? അല്ല, അതൊരു നിമിഷം മാത്രമായിരുന്നു, ഒരു സംഭവം, ഒരാളുടെ അഭിപ്രായം. എന്നാൽ സൊനാലി ആ ഒരൊറ്റ അഭിപ്രായത്തെ തന്റെ മുഴുവൻ വ്യക്തിത്വമാക്കി മാറ്റി. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളല്ല നിങ്ങൾ. നിങ്ങളെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞതല്ല നിങ്ങൾ. ഒരു വിഷമഘട്ടത്തിൽ നിങ്ങൾക്ക് തോന്നിയതുമല്ല നിങ്ങൾ. നിങ്ങൾ മുന്നോട്ട് തിരഞ്ഞെടുക്കുന്നതെന്തോ അതാണ് നിങ്ങൾ. ലെറ്റിംഗോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഇതാണ്: ആ പഴയ കഥയെ റിലീസ് ചെയ്യുക, ആ പഴയ ഐഡന്റിറ്റിയെ പോകാൻ അനുവദിക്കുക. എന്നിട്ട് നിങ്ങളുടേതായ, നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത പുതിയൊരു കഥ എഴുതുക. നിങ്ങളെ പിന്നോട്ടല്ല, മുന്നോട്ട് നയിക്കുന്ന ഒരു കഥ. ഈ കഥ മാറ്റാനുള്ള ശക്തി ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ട്. അധ്യായം 5: ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഭൂതകാലത്തിന്റെ വേദനയും ഉപേക്ഷിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ ഭൂതകാലത്തെ മാത്രമല്ല ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളെയും ചുമക്കുന്നു. എന്ത് സംഭവിക്കും? അങ്ങനെയുണ്ടായാൽ എന്തു ചെയ്യും? ഇങ്ങനെയുണ്ടായാൽ എന്തു ചെയ്യും? ഞാൻ പരാജയപ്പെട്ടാലോ? ആളുകൾ എന്നെ നിരസിച്ചാലോ? പ്ലാൻ ചെയ്തതുപോലെ ജീവിതം മുന്നോട്ടു പോയില്ലെങ്കിലോ? ഇത് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ അസുഖമാണ്. ഈ അസുഖം നമ്മെ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഡോക്ടർ ശർമ്മ വളരെ കഴിവുള്ള, അർപ്പണബോധമുള്ള ഒരു ഡോക്ടറായിരുന്നു. എന്നാൽ അദ്ദേഹം എപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിയിരുന്നു. ആശുപത്രിയിൽ പുതിയ പോസ്റ്റിംഗ് ലഭിക്കുമോ? റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുമോ? കരിയർ ശരിയായ ദിശയിലാണോ പോകുന്നത്? ഭവനവായ്പ എന്നെങ്കിലും തീരുമോ? ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹം വർത്തമാനകാലം ജീവിക്കാൻ തന്നെ മറന്നു. അദ്ദേഹത്തിന്റെ മകൾ വളരുകയായിരുന്നു. എന്നാൽ അദ്ദേഹം അവളുടെ കുട്ടിക്കാലം കണ്ടതേയില്ല. ഭാര്യയ്ക്ക് അദ്ദേഹത്തോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും മറ്റെവിടെയോ ആയിരുന്നു. ഒരിക്കൽ മകൾ ചോദിച്ചു, അച്ഛാ, അച്ഛൻ ഇവിടെയുണ്ട്, പക്ഷേ എവിടെയോ ആണെന്ന് തോന്നുന്നു. ആ ഒരൊറ്റ വാചകം ഡോക്ടർ ശർമ്മയെ വല്ലാതെ പിടിച്ചുകുലുക്കി. താൻ യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം എപ്പോഴും ഭാവിയിലായിരുന്നു. ഈ പ്രക്രിയയിൽ യഥാർത്ഥമായ വർത്തമാനകാലം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയായിരുന്നു. ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ലെറ്റിംഗ് ഗോ, എന്നാൽ ഭൂതകാലത്തിലെ വേദനകൾ ഉപേക്ഷിക്കുക, ഒപ്പം ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യ ഉത്കണ്ഠകളും ഉപേക്ഷിക്കുക. എന്നിട്ട് വർത്തമാനകാലത്തിൽ ജീവിക്കുക, ഇപ്പോൾ ഈ നിമിഷത്തിൽ. കാരണം ജീവിതം ഇവിടെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജീവിക്കുന്ന ഈ നിമിഷം മാത്രമാണ് യഥാർത്ഥം. ബാക്കിയെല്ലാം ഒന്നുകിൽ ഓർമ്മയോ അല്ലെങ്കിൽ സങ്കല്പമോ ആണ്. നിങ്ങൾ ഭൂതകാലത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ വിഷാദത്തിലാകുന്നു, ഭാവിയിൽ ജീവിക്കുമ്പോൾ ഉത്കണ്ഠയിലാകുന്നു. എന്നാൽ വർത്തമാനകാലത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നു. ഈ സമാധാനമാണ് യഥാർത്ഥ ജീവിതം. അധ്യായം 6: ബന്ധങ്ങളിൽ ലെറ്റിംഗ് ഗോയുടെ അർത്ഥം. ലെറ്റിംഗ് ഗോയുടെ ഏറ്റവും വേദനാജനകമായ രൂപം ബന്ധങ്ങളിലാണ്. കാരണം നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവരെ ഉപേക്ഷിക്കുക എന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊരു സൗഹൃദമാകാം, പ്രണയമാകാം, അല്ലെങ്കിൽ കുടുംബ ബന്ധമാകാം. എന്നാൽ ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം പറയുന്നു: ചില ബന്ധങ്ങൾ ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രമുള്ളതാണ്. ആ സമയം കഴിയുമ്പോൾ ആ ബന്ധം നിർബന്ധിച്ച് നിലനിർത്തുന്നത് രണ്ടുപേർക്കും വേദനയുണ്ടാക്കും. ആയിഷയ്ക്ക് കുട്ടിക്കാലം മുതൽ കൂടെയുണ്ടായിരുന്ന ഒരു പ്രിയ സുഹൃത്തുണ്ടായിരുന്നു. എന്നാൽ വലുതാകുന്തോറും അവരുടെ ചിന്തകൾ മാറി, മൂല്യങ്ങൾ മാറി. അവരുടെ ജീവിതം വ്യത്യസ്ത ദിശകളിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ ആയിഷ ആ സൗഹൃദം മുറുകെ പിടിക്കാൻ ആഗ്രഹിച്ചു. പഴയ ഓർമ്മകളുള്ളതുകൊണ്ടും ഒരടുപ്പമുള്ളതുകൊണ്ടും. ആ സൗഹൃദം തകർന്നാൽ തനിക്ക് പ്രിയപ്പെട്ട കുട്ടിക്കാലം നഷ്ടപ്പെടുമെന്ന് അവൾ കരുതി. അങ്ങനെ അവൾ തന്നെ തളർത്തുന്ന, സന്തോഷിപ്പിക്കാത്ത, മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത ഒരു സൗഹൃദത്തെ ജീവിക്കാൻ അനുവദിച്ചു. ഒടുവിൽ ആ സൗഹൃദത്തെ മാന്യമായി വിട്ടയക്കാൻ അവൾ തീരുമാനിച്ചു. ആ തീരുമാനം എളുപ്പമായിരുന്നില്ല. അത് വേദനാജനകമായിരുന്നു. എന്നാൽ അതിനുശേഷം അവളുടെ ജീവിതത്തിലുണ്ടായ ശൂന്യതയിൽ പുതിയതും യഥാർത്ഥവുമായ ബന്ധങ്ങൾ കടന്നുവന്നു. അവളെ പ്രചോദിപ്പിക്കുന്ന, വളരാൻ സഹായിക്കുന്ന ബന്ധങ്ങൾ. ബന്ധങ്ങളിൽ ലെറ്റിംഗ് ഗോ എന്നാൽ നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കുന്നു എന്നല്ല.
അതിനർത്ഥം നിങ്ങൾ രണ്ടുപേർക്കും വ്യത്യസ്ത വഴികളാണ് കൂടുതൽ നല്ലത് എന്നാണ്. ഈ തിരിച്ചറിവാണ്, ഈ പക്വതയാണ് ലെറ്റിംഗ് ഗോയുടെ ഏറ്റവും വലിയ ലക്ഷണം. ചില ബന്ധങ്ങൾ ഋതുക്കൾ പോലെയാണ്. വേനൽക്കാലം വരുന്നു പോകുന്നു, ശീതകാലം വരുന്നു പോകുന്നു. ഓരോ കാലത്തിനും അതിൻ്റേതായ ലക്ഷ്യമുണ്ട്, ഭംഗിയുണ്ട്. എന്നാൽ ഒരു കാലവും എപ്പോഴും നിലനിൽക്കില്ല. പോകാനുള്ള സമയമാകുമ്പോൾ പോകാൻ അനുവദിക്കുക എന്നതാണ് പ്രകൃതി നിയമം. അതാണ് ജീവിതം. അധ്യായം 7. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തവയെ വിട്ടയയ്ക്കുക. നമ്മൾ ചുമക്കുന്ന മറ്റൊരു ഭാരമാണ് എല്ലാം നിയന്ത്രിക്കാനുള്ള ആഗ്രഹം. ആളുകളുടെ അഭിപ്രായങ്ങൾ, അവരുടെ പെരുമാറ്റം, സംഭവങ്ങളുടെ ഫലം, ജീവിതത്തിലെ ഓരോ തിരിവുകളും നമ്മൾ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ നിരാശരാകുന്നു, ഉത്കണ്ഠാകുലരാകുന്നു, ദേഷ്യപ്പെടുന്നു. എന്നാൽ സത്യം ഇതാണ്, ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഊർജ്ജമാണ് നമ്മൾ പാഴാക്കുന്നത്. വിക്രം എന്നൊരു ബിസിനസ്സുകാരനുണ്ടായിരുന്നു. അവൻ വലിയൊരു ഡീൽ ഉറപ്പിച്ചിരുന്നു. എല്ലാം കൃത്യമായിരുന്നു. എന്നാൽ അവസാന നിമിഷം മാർക്കറ്റ് സാഹചര്യങ്ങൾ മാറി. ഡീൽ ക്യാൻസലായി. വിക്രം തകർന്നുപോയി. നിരന്തരം അവൻ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. ഞാനത് ചെയ്തിരുന്നെങ്കിൽ, അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, സമയം മറ്റൊന്നായിരുന്നെങ്കിൽ. ഈ കുറ്റബോധത്തിൽ അവൻ പുതിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. ഒരു മെന്റർ അവനോട് പറഞ്ഞു, വിക്രം, മാർക്കറ്റ് സാഹചര്യങ്ങൾ നിന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. നിനക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നീ ചെയ്തു. ഇനി ആ ഡീലിനെ മനസ്സിൽ നിന്ന് വിട്ടയയ്ക്കുക. ഇപ്പോൾ നിന്റെ മുന്നിലുള്ള കാര്യങ്ങളിൽ ഊർജ്ജം കേന്ദ്രീകരിക്കുക. നിയന്ത്രണങ്ങൾ വിട്ടയയ്ക്കുക എന്നത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലെന്ന് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം ലഭിക്കും. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലാത്തവയെ വിട്ടയയ്ക്കുക. ഈ വിട്ടയക്കലാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ ശക്തനാക്കുന്നത്. കാരണം നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഊർജ്ജം നൽകുമ്പോൾ ആ ഊർജ്ജം പലമടങ്ങ് ഫലപ്രദമാകുന്നു. അധ്യായം 8. സ്വന്തം പ്രതീക്ഷകളെയും വിട്ടയയ്ക്കുക. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ വേദന നൽകുന്നത് നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. നിശ്ചിത പ്രായമാകുമ്പോഴേക്കും ഞാൻ ഇതെല്ലാം നേടണമായിരുന്നു, ഞാൻ ഇത്രയും വിജയിക്കണമായിരുന്നു, ഇതെല്ലാം എനിക്ക് നേരത്തെ അറിയണമായിരുന്നു, ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര മന്ദഗതിയിലായത്, ഇത്ര ദുർബലനായത്. സ്വന്തം പ്രതീക്ഷകളുടെ ഭാരം, മറ്റുള്ളവരുമായുള്ള താരതമ്യം, ഇതും ഒരു ചങ്ങലയാണ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിലാകാൻ കഴിയുന്ന ഒന്നായി മാറാൻ നിങ്ങളെ അനുവദിക്കാത്ത ചങ്ങല. സുഹൃത്തുക്കളെ, ജീവിതത്തിന് കൃത്യമായ ഒരു സമയപരിധി ഇല്ല. ഒരാൾ നേരത്തെ നേടിയത് മറ്റൊരാൾ പിന്നീടാണ് നേടുന്നത്. ചിലരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അധ്യായം തുടങ്ങുന്നത് വൈകിയായിരിക്കും. ഓരോ മനുഷ്യന്റെയും യാത്ര വ്യത്യസ്തമാണ്. സമയവും വ്യത്യസ്തമാണ്. നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരാളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് ഒരു റോസാപ്പൂവിനോട് എന്തുകൊണ്ട് സൂര്യകാന്തിയെപ്പോലെ വിരിയുന്നില്ല എന്ന് ചോദിക്കുന്നതുപോലെ അർത്ഥശൂന്യമാണ്. റോസാപ്പൂവ് റോസാപ്പൂവാണ്. സൂര്യകാന്തി സൂര്യകാന്തിയാണ്. രണ്ടും മനോഹരമാണ്. രണ്ടിനും അതിൻ്റേതായ സമയമുണ്ട്, രീതിയുമുണ്ട്. സ്വന്തം പ്രതീക്ഷകളെ വിട്ടയക്കുക എന്നതിനർത്ഥം നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകരുത് എന്നല്ല. മറിച്ച് ഒരു പ്രിയ സുഹൃത്തിന്റെ യാത്രയെ നിങ്ങൾ എത്രമാത്രം സ്നേഹത്തോടെ കാണുന്നുവോ അതേ സ്നേഹത്തോടെ സ്വന്തം യാത്രയെയും കാണുക എന്നാണ്. നിങ്ങളോട് തന്നെ കരുണ കാണിക്കുക. നിങ്ങൾക്ക് സ്വയം സമയം നൽകുക. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. അധ്യായം 9. ലെറ്റിംഗ് ഗോ എങ്ങനെ പ്രാവർത്തികമാക്കാം. ഇനി ഏറ്റവും പ്രായോഗികമായ ചോദ്യം. ഇതെല്ലാം കേൾക്കാൻ നല്ലതാണ്, എന്നാൽ ഇത് എങ്ങനെ ചെയ്യും, എങ്ങനെ ഉപേക്ഷിക്കും? ഈ പുസ്തകം നമുക്ക് പടിപടിയായുള്ള ഒരു രീതി നൽകുന്നു. ഒന്നാമത്തെ പടി അവെയർനെസ്. ആദ്യം തിരിച്ചറിയുക. എന്താണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്? ശാന്തമായിരുന്ന് നിങ്ങളോട് തന്നെ സത്യസന്ധമായി ചോദിക്കുക. എന്നെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത ആ കാര്യം എന്താണ്? ഞാൻ ചുമക്കുന്ന വേദന എന്താണ്? ഞാൻ എന്നോട് തന്നെ ആവർത്തിച്ച് പറയുന്ന കഥ എന്താണ്? ഇതിനെ അംഗീകരിക്കുക. അതിനൊരു പേര് നൽകുക. കാരണം ഒരു കാര്യത്തെ വ്യക്തമായി കാണാതെ നിങ്ങൾക്കതിനെ വിട്ടയക്കാൻ കഴിയില്ല. രണ്ടാമത്തെ പടി അനുഭവിക്കുക. വേദനയെ അടിച്ചമർത്തരുത്. ഇത് വളരെ പ്രധാനമാണ്. അടിച്ചമർത്തുന്നത് കൂടുതൽ ആഴത്തിലുള്ളതാകും. എന്നാൽ അനുഭവിക്കുന്നത് പതുക്കെ ഇല്ലാതാകും. കരയണമെങ്കിൽ കരയുക. ദേഷ്യമുണ്ടെങ്കിൽ അത് അനുഭവിക്കുക. വേദനയുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക. എന്നാൽ അതിൽ മുങ്ങിപ്പോകരുത്. പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കാണുന്നതുപോലെ അതിനെ നിരീക്ഷിക്കുക. മൂന്നാമത്തെ പടി തിരഞ്ഞെടുക്കുക. ബോധപൂർവമായ ഒരു തീരുമാനമെടുക്കുക. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ വേദന, ഈ ദേഷ്യം, ഈ ഭയം, ഇതെന്നെ മുന്നോട്ട് നയിക്കുകയാണോ അതോ പിന്നോട്ട് വലിക്കുകയാണോ? അത് പിന്നോട്ട് വലിക്കുകയാണെങ്കിൽ അതിന്റെ ജോലി കഴിഞ്ഞു. നിങ്ങൾക്കതിനെ വിട്ടയക്കാൻ തിരഞ്ഞെടുക്കാം.
നാലാമത്തെ പടി അനുവാദം നൽകുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പടി. മുന്നോട്ടു പോകാൻ, സന്തോഷവാനായിരിക്കാൻ, പുതിയത് തുടങ്ങാൻ നിങ്ങൾക്ക് തന്നെ അനുവാദം നൽകുക. പലർക്കും ഉപേക്ഷിക്കാൻ കഴിയാത്തത് ആ വ്യക്തിയോടോ ആ സമയത്തോടോ ആ വേദനയോടോ ചെയ്യുന്ന വഞ്ചനയാണെന്ന് അവർ കരുതുന്നതുകൊണ്ടാണ്. എന്നാലല്ല, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ജന്മാവകാശമാണ്. ആ അവകാശം നേടിയെടുക്കാൻ ലെറ്റിംഗ് ഗോ ആവശ്യമാണ്. അഞ്ചാമത്തെ പടി നിരന്തര പരിശീലനം. ലെറ്റിംഗ് ഗോ ഒറ്റത്തവണത്തെ ജോലിയല്ല. ഇതൊരു നിരന്തര പരിശീലനമാണ്. നിരന്തരം വ്യായാമം ചെയ്യേണ്ട ഒരു പേശി പോലെയാണിത്. ഉറങ്ങുന്നതിനു മുൻപ് അല്പനേരം കണ്ടെത്തുക. നിങ്ങളെ അലട്ടിയ കാര്യങ്ങളെ ബോധപൂർവം വിട്ടയക്കുക. എഴുന്നേൽക്കുമ്പോൾ ഒരു സ്ലേറ്റ് മായ്ച്ചു വെച്ചതുപോലെ പുതിയൊരു തുടക്കം കുറിക്കുക. പതുക്കെ ഈ പരിശീലനം നിങ്ങളുടെ സ്വഭാവമായി മാറും. ലെറ്റിംഗ് ഗോ നിങ്ങളുടെ സ്വഭാവമായി മാറുമ്പോൾ നിങ്ങൾ ശരിക്കും സ്വതന്ത്രരാകുന്നു. അധ്യായം 10. പുതിയ തുടക്കത്തിന്റെ ശക്തി. ഇനി ഏറ്റവും മനോഹരമായ ഭാഗം. നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? നിങ്ങൾക്ക് ശൂന്യമായൊരിടം ലഭിക്കുന്നു. ഈ ശൂന്യത ഒരു നഷ്ടമല്ല, ഇതൊരു ക്ഷണമാണ്. പുതിയ ബന്ധങ്ങൾക്കുള്ള, പുതിയ സാധ്യതകൾക്കുള്ള, പുതിയ ജീവിതത്തിനുള്ള ക്ഷണം. നിങ്ങൾ പഴയ വേദനകളെ വിട്ടയക്കുമ്പോൾ സൗഖ്യത്തിനുള്ള ഇടം ഉണ്ടാകുന്നു. പഴയ പരാജയങ്ങളെ വിട്ടയക്കുമ്പോൾ പുതിയ ശ്രമങ്ങൾക്കുള്ള ഇടമുണ്ടാകുന്നു. നിങ്ങളെ തളർത്തുന്ന പഴയ ബന്ധങ്ങളെ വിട്ടയക്കുമ്പോൾ പുതിയതും യഥാർത്ഥവുമായ ബന്ധങ്ങൾക്ക് ഇടം ലഭിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ വിട്ടയക്കുമ്പോൾ വർത്തമാനകാലത്തിൽ ജീവിക്കാനുള്ള ഇടം ലഭിക്കുന്നു. ഈ ഇടം, ഈ സ്വാതന്ത്ര്യം, ഇതാണ് യഥാർത്ഥ ജീവിതം. മണ്ണിൽ മൂടപ്പെട്ട് ഇരുട്ടിൽ തനിച്ചുകിടക്കുന്ന ഒരു വിത്തിനെക്കുറിച്ച് ചിന്തിക്കുക. എന്നാൽ ആ വിത്തിന് ശരിയായ സാഹചര്യങ്ങൾ ലഭിച്ചാൽ അതൊരു വലിയ മരമായി മാറും. ആളുകൾക്ക് തണലേകുന്ന ഉയരമുള്ള കരുത്തുള്ള മരം. എന്നാൽ സ്വന്തം പുറന്തോട് പൊട്ടിക്കുന്നതുവരെ, അതിന്റെ പഴയ രൂപം ഉപേക്ഷിക്കുന്നതുവരെ ആ വിത്ത് മരമാകില്ല. ആ തോട് പൊട്ടിക്കുക, പഴയ രൂപം ഉപേക്ഷിക്കുക, ആ ലെറ്റിംഗ് ഗോ, അതാണ് ആ വിത്തിനെ മരമാക്കുന്നത്. നിങ്ങൾക്കും ഇതുതന്നെ സംഭവിക്കും. നിങ്ങൾ ആ തോട് പൊട്ടിക്കുമ്പോൾ, ആ ഭാരം ഉപേക്ഷിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലെ കഴിവ്, ആ സൗന്ദര്യം ലോകം കാണും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുവരെ എത്തിയെങ്കിൽ ഒരു കാര്യം ചെയ്യുക. കണ്ണുകൾ അടയ്ക്കുക. ദീർഘമായി ശ്വാസമെടുക്കുക. നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ആ ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ ബന്ധം, ആ പരാജയം, ആ ഭയം, ആ പഴയ കഥ, ആ ദേഷ്യം, ആ വേദന. എന്നിട്ട് നിങ്ങളോട് തന്നെ പറയുക, ഇതിൽ നിന്ന് എനിക്ക് പഠിക്കാനുള്ളത് ഞാൻ പഠിച്ചു. ഇത് എനിക്ക് നൽകാനുള്ളത് നൽകിക്കഴിഞ്ഞു. സ്നേഹത്തോടെ, കൃതജ്ഞതയോടെ, പൂർണ്ണ ധൈര്യത്തോടെ ഞാനിതിനെ വിട്ടയക്കുന്നു. കാരണം പഴയതിനെ വിട്ടയക്കുന്ന നിമിഷത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തുടക്കം സംഭവിക്കുന്നത്. ലെറ്റിംഗ് ഗോ ദൗർബല്യമല്ല. ലെറ്റിംഗ് ഗോ ആണ് ഏറ്റവും വലിയ ശക്തി. ലെറ്റിംഗ് ഗോ ആണ് ഏറ്റവും വലിയ വിവേകം. നിങ്ങൾക്ക് തന്നെ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ലെറ്റിംഗ് ഗോ. പഴയ തീരങ്ങൾ ഉപേക്ഷിക്കാൻ ധൈര്യം കാണിക്കാതെ നിങ്ങൾക്ക് പുതിയ ലോകങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. ആ ധൈര്യം കാണിക്കുക. ആദ്യ ചുവട് വയ്ക്കുക. ലെറ്റിംഗ് ഗോ എന്ന കല പഠിക്കുക. നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറുന്നുവെന്ന് കണ്ടറിയുക. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട ആൾക്ക് ഇതൊന്ന് പങ്കുവയ്ക്കുക. ഒരു പുതിയ തുടക്കം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.